വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമുക്കറിയാം നമ്മുടെ ആനുവൽ എക്സാം ഇതാ നമ്മുടെ മുന്നിൽ വന്നെത്തിക്കഴിഞ്ഞാലേ വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ എക്സാമിനുള്ളൂ. അപ്പോൾ ആനുവൽ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഈ എക്സാമിന് ഉണ്ടാവും എന്നുള്ളതാണ്. സയൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസം പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പഠിക്കണം? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇങ്ങനെ 3 സബ്ജക്റ്റുകൾ പഠിക്കണം അല്ലെ. അതിൽ തന്നെ MCQ വേറെ, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആകെ മൊത്തം ടോട്ടല് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ സയൻസിലെ, ഫിസിക്സിലെ 2 ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തിട്ടുള്ള MCQസുമായിട്ടാണ്. സോ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം ഏതൊക്കെ 2 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. ഫിസിക്സ് ആണ് പ്രത്യേകം പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ദിസ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലൈക്ക് ചാർജസ്, ഒരുപോലെയുള്ള ചാർജസ് എന്താണാവുക? പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് എന്താ സംഭവിക്കുക? അതാണ് ലൈക്ക് ചാർജസ് എന്താ ചെയ്യാ? റിപ്പൽ ചെയ്ത് പോവാണ് അല്ലെ ചെയ്യാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷേക്കിംഗ് ഓഫ് എർത്ത് ഇസ് കോൾഡ്, നമുക്കറിയാം എർത്ത് ക്വേക്ക് ആണ് അല്ലെ. ഇപ്പൊ തന്നെ ചാപ്റ്റർ എഴുതാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഞ്ച് ഓഫ് ഓഡിബിൾ സൗണ്ട് ഫോർ എ ഹ്യൂമൻ ബീങ്, മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ പറയും നമ്മൾ വലിയ ആൾക്കാരാണ്, എനിക്ക് അതുണ്ട് ഇതുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്തുണ്ട്? കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. എന്താ നമ്മുടെ കുറവുകൾ? നമുക്ക് എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അവഗണിച്ച് തള്ളുന്ന അല്ലെ ഏതൊക്കെയോ പല പല മൃഗങ്ങളും, ആ മൃഗങ്ങൾക്കൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന പലതും അവർക്ക് കേൾക്കാൻ പറ്റും. പല പക്ഷികൾക്കും ഒക്കെ എന്തുണ്ട്? ആ ഒരു കഴിവുണ്ട്. നമ്മൾ കേൾക്കാത്ത പലതും, ഈ ദുനിയാവിലുള്ള പലതും എന്തിയാണ്? അവര് കേൾക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുക ആകെ എവിടെ മുതൽ എവിടെ വരെ ഉള്ളതാണ്? മനസ്സിലാക്കിക്കോ. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി വരെയുള്ള സൗണ്ടുകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടുകൾ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് വിളിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുകയേ ഇല്ല. അതാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. എന്നാൽ 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടുകളാണ് അൾട്രാസോണിക് സൗണ്ട്. അത് നമ്മൾക്ക് ആലോചിക്കാനേ പറ്റില്ല. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കേൾക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു പക്ഷിയുണ്ട്, ബാറ്റ്. വവ്വാലുകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചാർജ് അക്യൂർഡ് ബൈ എ ഗ്ലാസ് റോഡ് വെൻ ഇറ്റ് ഈസ് റബ്ബഡ് വിത്ത് എ സിൽക്ക്. ഗ്ലാസ് റോഡിനെ ഞാനൊരു സിൽക്കുമായിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ റബ്ബ് ചെയ്യണം. അതാ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നു. ഫ്രിക്ഷണൽ മെത്തേഡ് ആണ് അല്ലെ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്യും? ഒന്നിൽ നിന്നും ഇലക്ട്രോൺസ് മറ്റൊന്നിലേക്ക് പോകും. അപ്പം സിൽക്കിന് ഒരുപാട് ഇലക്ട്രോൺസിന് കിട്ടും. ഗ്ലാസ് റോഡിൽ എന്തെങ്കിലും ഇലക്ട്രോൺസ് ഇങ്ങനെ നഷ്ടപ്പെടും അല്ലെ. അപ്പൊ ഇലക്ട്രോൺസ് കുറെ കിട്ടിയ സിൽക്കിന്റെ ചാർജ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ്. അപ്പൊ സിൽക്കിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ഗ്ലാസ് റോഡിന്റെ ചാർജ് എന്താണ്? കുറെ ഇലക്ട്രോൺസ് പോയി, കുറെ നെഗറ്റിവിറ്റി പോയി. നെഗറ്റിവിറ്റി ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും അല്ലെ. സോ ഗ്ലാസ് റോഡിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ദ ചാർജ് അക്യൂർഡ് ബൈ ദ ഗ്ലാസ് റോഡ് അല്ലെ വെൻ ഇറ്റ് ഈസ് റബ്ബഡ് വിത്ത് എ സിൽക്ക്. അപ്പൊ ഗ്ലാസ് റോഡിന്റെ ചാർജ് ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ, നമുക്കറിയാം സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സൗണ്ടിന് ഈ 3 മീഡിയത്തിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വോയിസ് ബോക്സ് ഇസ് ഓൾസോ കാൾഡ്. വോയിസ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഇവിടെ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? നമുക്കറിയാം സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലേ. വൈബ്രേഷൻ ഉണ്ടാവണം, അപ്പൊ മാത്രമേ സൗണ്ട് പ്രൊഡ്യൂസ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാ. കലപില. അപ്പൊ നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആരാ വൈബ്രേറ്റ് ചെയ്യുന്നത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. കലപില. ഇവിടെ ആരോ കിടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ആൾ ആരാണ്? അറിയില്ലേ? അറിയാം അല്ലെ. അപ്പൊ നമ്മളൊക്കെ പഠിച്ചാണ് വോക്കൽ കോഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താണ് പഠിച്ചതാണ് അല്ലെ. അവിടെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ വോയിസ് ബോക്സ്. ആ വോയിസ് ബോക്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റൊമക് ആണോ, എന്താണ് മസിലാണോ, വിങ്സ് ആണോ? അല്ല, എന്താണ്? ലാരിങ്സ് ആണെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. സൗണ്ട് കാൺ ട്രാവൽ. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ വാക്വത്തിൽ അല്ലെ. അതുകൊണ്ടാണ് സ്പേസിലൊക്കെ പോയ ആൾക്കാര് ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണോ പതിവ്? അല്ല, അവര് സംസാരിക്കാൻ വേണ്ടി ചില
ചില ടൈപ്പ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കാറ്. കാരണം എന്താ, അവിടെ സ്പേസ് ആണ്, ഫ്രീ സ്പേസ് ആണ്, വാക്വം ആണ്, നോ മീഡിയം അല്ലെ. അതുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ മറ്റേ ആൾക്ക് കേൾക്കാൻ പറ്റൂല. സൗണ്ടിന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം വേണം, അവിടെ മീഡിയം ഇല്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗണ്ട് പ്രൊപ്പഗേറ്റ് മാക്സിമം ഇൻ, എവിടെയാണ്? നമ്മൾ വിചാരിക്കും ഗ്യാസിലാണ്, പക്ഷെ അതല്ല, അത് പൊട്ട തെറ്റാണ്. എവിടെയാണ്? ബി, സോളിഡിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലൈറ്റ്നിങ് കണ്ടക്ടർ, ലൈറ്റ്നിങ് കണ്ടക്ടർ എന്താ ചെയ്യാ? ഇറ്റ് പ്രൊട്ടക്ട്സ് the building അല്ലെ from lightning effect. okay, and the last question, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏത് 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ളതാണെന്നും കൂടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. മാനുവൽ എക്സാം വരാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കോണ്ടന്റ് വീഡിയോസും ലൈവ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.